നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. വിനിമയ വിപണിയിൽ ജപ്പാനീസ് നാണയത്തിന് കാലിടറിയത് വിദേശ നിക്ഷേപകരെ റബ്ബറിൽ ആകൃഷ്ടരാക്കി. 6 മാസത്തിനിടയിലെ ഏറ്റവും മോശം നിലവാരമായ 158ലേക്ക് ഡോളറിന് മുന്നിൽ യെന്നിൻ്റെ മൂല്യം ഇടിഞ്ഞതോടെ ഒസാക്ക എക്സ്ചേഞ്ചിൽ റബ്ബർ കിലോ 359 യെന്നിലേക്ക് കയറി. ഇതിൻ്റെ ചുവട് പിടിച്ച് ബാങ്കോക്കിൽ ഷീറ്റ് വില വർദ്ധിച്ചെങ്കിലും ചൈനീസ് വ്യവസായികളിൽ നിന്നുള്ള ആവശ്യം ഉയരാത്തത് തായ് മാർക്കറ്റിൽ ഇടപാടുകളുടെ വ്യാപ്തി കുറച്ചു. സംസ്ഥാനത്തെ വിപണികളിൽ ഷീറ്റ് ലഭ്യത ചുരുങ്ങിയതിനാൽ 4 ഗ്രേഡ് കിലോ 190 രൂപയായി കയറി. റബ്ബർ വിലയിൽ ഉണർവ്. 8 മാസത്തെ മരവിപ്പിന് ശേഷം റബ്ബർ വില വീണ്ടും 190 കടന്നു. വേനൽ കനത്ത് ഉൽപ്പാദനം കുറഞ്ഞ സാഹചര്യത്തിൽ മാർക്കറ്റിൽ ഷീറ്റ് കിട്ടാനില്ല. ഇന്നലെ കോട്ടയം മാർക്കറ്റിൽ 191 രൂപയ്ക്ക് വരെയും വ്യാപാരം നടന്നു. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ റബ്ബർ ആഭ്യന്തര വില 200 രൂപ കടന്നേക്കാം. വേനൽ കടുത്തതോടെ റബ്ബർ മരങ്ങളിലെ ഇല വ്യാപകമായി കൊഴിഞ്ഞതിനാൽ ഉൽപ്പാദനം നാമമാത്രമായി. ചെറുകിട കർഷകരിൽ ഏറെ പേരും ഈ മാസത്തോടെ ടാപ്പിംഗ് അവസാനിപ്പിക്കും. വൻകിട എസ്റ്റേറ്റുകൾ അടുത്ത മാസം ടാപ്പിംഗ് നിർത്തും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ 213 രൂപ ഉയർന്ന ശേഷം വില പിന്നോട്ടടിച്ചു. കിലോയ്ക്ക് 181 രൂപ വരെയും താഴ്ന്ന ശേഷമാണ് ഒരാഴ്ചയായി വിലയിൽ നേരിയ ഉയർച്ചയുണ്ടായത്. കേരളത്തിൽ കഴിഞ്ഞ വർഷത്തെ ഉൽപ്പാദനത്തിൽ 2024 10,000 ടണ്ണിൻ്റെ കുറവുണ്ടായി. ഇക്കൊല്ലം കൂടുതൽ ടാപ്പിംഗ് ദിവസങ്ങൾ ലഭിച്ചിട്ടും ഉൽപ്പാദനം കുറഞ്ഞത് റബ്ബർ കൃഷിയിൽ നിന്നുള്ള കർഷകരുടെ പിൻവാങ്ങലിൻ്റെ ഭാഗമാണ്. 40% തോട്ടങ്ങളിലും ടാപ്പിംഗ് നാമമാത്രമാണ്. എസ്റ്റേറ്റുകൾ ഉൾപ്പെടെ 20% തോട്ടങ്ങളിലും ടാപ്പിംഗ് നടക്കുന്നില്ല. ഇത് വിലവർധനയ്ക്ക് ഇടയാക്കി. അതേസമയം പോയ വർഷം ത്രിപുര ഉൾപ്പെടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദനത്തിൽ 8% മുതൽ 12% വരെയാണ് വർധനവ്. കേരളത്തിലെ ആകെ ഉൽപ്പാദനം 5.5 ലക്ഷം ടണ്ണിലേക്ക് ചുരുങ്ങിയതായാണ് കണക്കുകൾ. ആഗോളതലത്തിൽ 3ാമത്തെ റബ്ബർ ഉൽപ്പാദകരും 4ാമത്തെ ഉപയോഗ രാജ്യമാണെന്നിരിക്കെ 5 വർഷം പിന്നിടുമ്പോൾ 13 ലക്ഷം ടണ്ണിലേക്ക് ഇവിടേക്ക് വാർഷിക ഇറക്കുമതി വേണ്ടിവരുന്നു. സ്വാഭാവിക റബ്ബർ ഇറക്കുമതി 2024 പോയ വർഷം കുറഞ്ഞെങ്കിലും വില കുറവുള്ളതും നാമമാത്ര തീരുവ നൽകേണ്ടതുമായ കോമ്പൗണ്ട് റബ്ബറിൻ്റെ ഇറക്കുമതിയിൽ വൻ വർധനവാണ് ഉള്ളത്. ഇതിനിടയിലാണ് വിലയിൽ ഉണർവുണ്ടായത്. തമിഴ്നാട്ടിലെ ചെറുതും വലുതുമായ വിപണികളിൽ നാളികേരത്തിൻ്റെ വിൽപ്പന പതിവിലും ഇരട്ടിച്ചു. മകരസംക്രാന്തിയോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിലേക്കും മറ്റു പൂജാ ആവശ്യങ്ങൾക്കും നാളികേരം ശേഖരിക്കാൻ വാങ്ങലുകാർ ഉത്സാഹിച്ചു. വരും ദിനങ്ങളിൽ ഇത് കൊപ്ര ക്ഷാമത്തിന് ഇടയാക്കുമെന്ന ആശങ്കയിലാണ് ഒരു വിഭാഗം മില്ലുകാർ. വ്യവസായികൾ തുടർച്ചയായ 3ാം ദിവസവും കൊപ്ര വില ഉയർത്തി. വ്യാപാരാന്ത്യം കാങ്കയത്ത് നിരക്ക് 173 രൂപയായി ഉയർന്നതോടെ വെളിച്ചെണ്ണ വിലയും വർദ്ധിച്ചു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരിൽ നിന്നുള്ള ഡിമാൻഡ് കുരുമുളക് നേട്ടമാക്കി. തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങുന്ന ഭക്തർ യാത്രാമധ്യേ ചെറുകിട വിപണികൾ കേന്ദ്രീകരിച്ച് കുരുമുളക് ശേഖരിക്കാൻ ഉത്സാഹിച്ചത് വിൽപ്പന തോത് ഉയർത്തി. ഇതിനിടയിൽ വൻകിട വ്യാപാരികളും അന്തർസംസ്ഥാന വാങ്ങലുകാരും രംഗത്ത് അണിനിരന്നതോടെ 5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കുരുമുളകിന് ക്വിൻ്റലിന് 100 രൂപ ഉയർന്ന് 69,300 രൂപയായി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.